ഹലോ, ഇന്ന് ഞാൻ ഒരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. രാവിലെ തന്നെ നീറ്റു. ഞാൻ ഇന്നലെ അരച്ച് വെച്ച ദോശമാവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ദോശയും അതുപോലെ മഷ്റൂം റോസ്റ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മഷ്റൂം 1-2 വട്ടം ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ ആരും അത് കഴിക്കാത്തത്, മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കലില്ല. എന്നാലും ഞാനത് മാളിൽ പോയപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ കഴിക്കൂട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമല്ല അത് തിന്നാൻ. അപ്പോൾ ഞാൻ ഒരു 1.5 സവോളയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ള പോലെ, വെളുത്തുള്ളി ഒരു 6-7 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യം കുറച്ച് കുരുമുളക്, പച്ചമുളക്, വെളിച്ചെണ്ണ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിലേക്ക് ഐറ്റംസ് വേണ്ടത്. കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണിത്. കുറേ തക്കാളി, കുറേ വഴറ്റി മസാലകൾ ഇട്ടിട്ടാണ്, ഗരം മസാല പൊടി അതൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണില്ല. ഒരു സിമ്പിളായിട്ടുള്ള മസാലയാണ്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ നല്ല ജീരകം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. അതൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മൾ അതിലേക്ക് സബോളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സബോള വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകും പിന്നെ ഇതിലേക്ക് മഷ്റൂം ഒക്കെ കൂടിയിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അത് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കുകയും ചെയ്യുക. അത് വേവിച്ചതിന് ശേഷം പിന്നെ യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പ്രാവശ്യം ഞാനിതുപോലെ ഒരു റെസിപ്പി കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ മക്കൾക്കാർക്കും ഇതിനോട് ഈ മഷ്റൂമിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒരു പച്ച ചോയയില്ലേ, അപ്പം അതുകൊണ്ട് അവരത് കഴിച്ചില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഴിക്കുന്നവർക്ക് ഇത് നല്ല സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഹെൽത്തിയൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. നല്ല ചൂടല്ലേ, നല്ല ചൂട് കാരണം പറഞ്ഞ പോലെ ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. രാവിലെ തന്നെ തുടങ്ങും വെള്ളം കുടിക്കൽ. ധാരാളം വെള്ളം കുടിച്ചാൽ തന്നെ പിന്നെ വയറ് നിറയും. അധികം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കുക, ബാക്കി നമ്മൾ കൂടുതൽ വെള്ളം എത്രയാണ്. അങ്ങനെ രാവിലെ മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ട് ഇല്ലെന്ന്, കാരണം ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് നീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പച്ചക്കറിയുടെ അവിടെ ആ ചേട്ടൻ, പണിക്കുള്ള ചേട്ടൻ നനച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 മണിക്ക് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തലവേദനയാവും. പിന്നെ അകത്തുള്ള ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കൃഷി ഭാഗങ്ങൾക്ക് പോയിട്ട് തന്നെ ഇല്ല. വൈകിട്ട് 5 മണിക്ക് ശേഷം അവിടെയൊക്കെ ഒന്ന് നനയ്ക്കലും അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ നേരത്തെ 8 മണിക്ക് ശേഷം തന്നെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പണ്ടൊക്കെ 10 മണി കഴിഞ്ഞാലാണ്, ഇപ്പോൾ 8 മണിയാകുമ്പോഴത്തേനും തുടങ്ങും ചൂട്. അത് കാരണം പുറത്തിറങ്ങാനേ തോന്നണില്ല. എന്താ പറയുക, പുറത്തിറങ്ങിയിട്ടൊരു പണിയും ചെയ്യാൻ തോന്നാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അത്രയും നല്ല ചൂട്. പിന്നെ പാമ്പിന് ഇവിടെ ഇപ്പോൾ അടുത്ത് തന്നെ സ്റ്റെപ്പുമെന്ന് ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പാമ്പല്ല, ചേരയായിരുന്നു. പക്ഷെ അതും ചേരായാലും ഒരു പാമ്പ് തന്നെയല്ലേ. അപ്പം അതിനെ പോലെ കൊന്നു. പിന്നെയും ഇതുപോലെ പല വീട്ടുകളിലും വലിയ വലിയ പാമ്പുകളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പുറത്തിറങ്ങുമ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ പാമ്പിനെ ഒക്കെ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ. ചകിരി അതുപോലെ നമ്മൾ പുറത്ത് അടുക്കളയിൽ പണിയെടുക്കണവരാണെങ്കിൽ ഈ ചകിരിയൊക്കെ നമ്മൾ വേഗം കൈ കൊണ്ട് വലിച്ചെടുത്തിട്ട് ഉപയോഗിക്കണവരൊക്കെ ശ്രദ്ധിക്കുക. കാരണം ചകിരിയുടെ ഉള്ളിലൊക്കെയാണ് ഇപ്പോൾ പാമ്പ് ഒളിച്ചും പാത്തിരിക്കണുണ്ടാവുക. പിന്നെ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ അതുപോലെ ചെടികളൊക്കെ നനയ്ക്കാൻ ഉള്ള ഭാഗങ്ങളുണ്ടാവില്ലേ, ആ ഭാഗത്തും ശ്രദ്ധിക്കട്ടെ. അവിടെയൊക്കെ നനവുള്ള ഭാഗങ്ങളാണ്. നമ്മളെപ്പോഴും ചവിട്ടുമ്പോഴൊക്കെ അവിടെ ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം പോവുക. എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഞാനിതാ ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള മാത്രമേ ദോശ ഉണ്ടാക്കണുള്ളൂ. കുട്ടികൾക്കൊക്കെ അപ്പോൾ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് 2-3 ദോശയൊക്കെ ഉണ്ടാക്കി ഞാൻ മഷ്റൂം കൂട്ടിയിട്ടൊക്കെ ഫുഡ് കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അങ്ങനെ പിന്നെ മോർണിംഗിന് നന്നായി വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം നന്നായി കുടിക്കുക.
ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, താങ്ക് യു.